ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മുടെ ജെയിംസ് ഗൺ ഡയറക്റ്റ് ചെയ്ത് അടുത്ത വർഷം പുറത്ത് വരാൻ പോകുന്ന നമ്മുടെ സൂപ്പർമാൻ ലെഗസി നമ്മുടെ സൂപ്പർമാൻ, അതായത് ഇനി മുതൽ സൂപ്പർമാൻ ലെഗസി നല്ല ടൈറ്റിൽ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സൂപ്പർമാൻ എന്നുള്ള പടത്തിൻ്റെ നമ്മുടെ ഡേവിഡ് കോറൻസെറ്റ് ഇടാൻ പോകുന്ന ആ ഒരു സ്യൂട്ടിൻ്റെ ഒരു ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് നമുക്കിപ്പോൾ പുറത്ത് നമ്മുടെ ജെയിംസ് ഗൺ തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു സ്യൂട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടായിരിക്കും, ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും. എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സ്യൂട്ട് എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ 252 ആ ഒരു എഡിഷനിൽ വരുന്ന രീതിയിലുള്ള ഒരു സിമിലാരിറ്റി ഉള്ളൊരു സ്യൂട്ട് തന്നെയാണ് നമുക്കിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഹെൻറി ക്യാവിലിൻ്റെ സ്യൂട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉള്ളൊരു സ്യൂട്ടായിട്ടാണ് നമുക്കിനകത്ത് കാണാനും പറ്റുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് പേഴ്സണലി ഈ ഒരു ആക്ടറും അതേപോലെ തന്നെ ഈ ഒരു ലുക്കും എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇനി കുറച്ച് നമ്മൾ ഈ ഒരു സ്യൂട്ടിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കണ്ട, കാരണം അത് ഫുള്ളി ആർട്ട് വർക്ക് ചെയ്തേക്കുന്നതാണ്, അതായത് ജസ്റ്റ് വരച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അതിനെ പറ്റി ഡീറ്റെയിൽ അധികം എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മൾ സ്യൂട്ടിൻ്റെ കാര്യമാണ് മെയിൻലി ഇവിടെ നോക്കേണ്ടത്. നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള സൂപ്പർമാൻ സ്യൂട്ടിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം നമുക്ക് ആ ഒരു സ്പാൻഡെക്സിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ആ ഒരു പാറ്റേൺസും കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സൂപ്പർമാൻ്റെ സ്യൂട്ട് പോലെ തന്നെയാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അത്യാവശ്യം കോളർ വരുന്ന രീതിയിലുള്ളൊരു സ്യൂട്ടാണ് നമുക്കിവിടെ കാണാനും പറ്റുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏകദേശം നമ്മുടെ ന്യൂ 52 ആ ഒരു എഡിഷൻ പോലത്തെ ഒരു സ്യൂട്ടിന് സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്കിവിടെ കാണാനും പറ്റുന്നത്. പിന്നീട് ഷോൾഡറിൻ്റെ അവിടെ കുറച്ച് മടക്കും ചുളുക്കൊക്കെ വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ കാര്യം വെക്കണ്ട, കാരണം ഇത് ജസ്റ്റ് ഒരു സ്യൂട്ട് ടെസ്റ്റ് മാത്രമാണ്. അതായത് ഇത് പടത്തിനകത്ത് ഫൈനൽ CGയും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ സമയത്ത് ഇതിലും ബെറ്റർ ആയിട്ടായിരിക്കും നമുക്ക് പടത്തിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കോമിക്കിനോട് നല്ല സിമിലർ ആയിട്ടുള്ളൊരു ലുക്കായിരിക്കും നമുക്ക് എന്തായാലും ഈ ഒരു സൂപ്പർമാൻ എന്നുള്ള ഈ ഒരു ജെയിംസ് ഗണ്ണിൻ്റെ പടത്തിൽ കൂടെ നമുക്ക് കിട്ടാനും പോകുന്നത്. എന്തായാലും നമ്മുടെ ഹെൻറി ക്യാവിലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്നൈഡറിൻ്റെ യൂണിവേഴ്സിലുള്ള ആ ഒരു സൂപ്പർമാൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ പോലും ഈ ഒരു പടത്തിനകത്ത് കാണത്തില്ല. കാരണം നമ്മുടെ സ്നൈഡർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൂപ്പർമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമിക്കിൽ നിന്ന് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ സ്നൈഡറിൻ്റെ ഒരു വേർഷനിലുള്ളൊരു സൂപ്പർമാനാണ് നമ്മൾ മാൻ ഓഫ് സ്റ്റീലിനകത്ത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സൂപ്പർമാൻ, അതായത് നമ്മുടെ ജെയിംസ് ഗൺ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ പക്ക കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു സൂപ്പർമാൻ ആയിരിക്കും എന്ന് നമ്മുടെ ജെയിംസ് ഗൺ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സൂപ്പർമാനെ ഈ ഒരു പടത്തിനകത്ത് എക്സ്പെക്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇവിടുത്തെ വേറെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പത്തെ, അതായത് നമ്മുടെ മാൻ ഓഫ് സ്റ്റീലിനകത്തുള്ള സൂപ്പർമാൻ്റെ സ്യൂട്ടിനകത്ത് വരുമ്പം അണ്ടർവെയർ എന്നുള്ളൊരു സംഭവം വരത്തില്ല. പക്ഷേ ഇതിനകത്തോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് വരുന്നുണ്ട്. ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് കാണുന്നില്ലെങ്കിലും ചെറിയൊരു റെഡ് കളർ ആ ഒരു ബെൽറ്റിൻ്റെ താഴായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മിക്കവാറും അത് അണ്ടർവെയർ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ജെയിംസ് ഗൺ ആയതുകൊണ്ട് ഫുള്ളി കോമിക് ആക്യുറേറ്റ് രീതിയിൽ തന്നെ ആയിരിക്കും ഈ ഒരു സ്യൂട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം സ്യൂട്ടിന് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും സ്ക്രീനിൽ അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക്കിൽ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലും ബെറ്റർ ആവുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം, അതായത് ഷൂട്ട് എങ്ങനെ ഉണ്ട്, അതോ മോശമാണോ, അതിൻ്റെ റീസൺ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഈ ഒരു പടത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് നമ്മൾ പോകുന്നില്ല. പക്ഷേ നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുള്ള സൂപ്പർമാൻ പടങ്ങളിൽ നിന്ന് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു കളർഫുള്ളും അതേപോലെ തന്നെ വേറെ ഒരു ടോണുള്ളൊരു പടം തന്നെയായിരിക്കും. അപ്പം ജെയിംസ് ഗൺ തന്നെ എടുക്കുന്നത് കൊണ്ട് എനിക്ക് നല്ലൊരു ഹോപ്പുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ഫ്രാഞ്ചൈസ് അറിയാം, അത് ആ ഒരു 3 പടവും വേറെ ലെവലിൽ തന്നെയാണ് നമ്മുടെ ജെയിംസ് ഗൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഹോപ്പും പിന്നീട് നമ്മൾ പീസ് മേക്കർ സീരീസ് കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ജെയിംസ് ഗൺ തന്നെ സൂയിസൈഡ് സ്ക്വാഡും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നല്ല ഡീസൻറ്റ് പടങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സൂപ്പർമാൻ പടത്തിന് ശേഷം സൂപ്പർമാൻ പാർട്ട് 2ഉം പാർട്ട് 3 ഒക്കെ വരുന്ന സമയത്ത് എന്തായാലും ഈ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള കാര്യം 100% കൺഫേം ഒക്കെ തന്നെയാണ്. കാരണം നമുക്കറിയാം റോക്കറ്റിൻ്റെ ആ ഒരു ക്യാരക്ടർ ആർക്കും അതേപോലെ നമ്മുടെ ഗാർഡിയൻസ് ടീമിൻ്റെ ഒരു ക്യാരക്ടർ ആർക്കൊക്കെ കൊണ്ട് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 3 കൊണ്ട് ഏത് റേഞ്ചിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫസ്റ്റ് പടം ഇത് നമ്മുടെ എല്ലാവരും ഈ ഒരു മാൻ ഓഫ് സ്റ്റീൽ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ഒരു ഡിസപ്പോയിൻമെൻറ്റ് ആവുകയാണെങ്കിലും അതിനുശേഷം വരുന്ന 2 പടങ്ങളും കൊണ്ട് ഈ ഒരു ക്യാരക്ടറിനെ വേറെ ലെവലിൽ നമ്മുടെ പുതിയ DCയിൽ എത്തിക്കുന്നുള്ള കാര്യം എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. അതിനുശേഷം എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടത്തിനകത്ത് നമ്മുടെ സൂപ്പർമാൻ മാത്രമല്ല മറ്റ് സൂപ്പർ ഹീറോസ് DCയിലുള്ള നമ്മൾ കാണാത്തതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള പല സൂപ്പർ ഹീറോസും ഈ ഒരു പടത്തിനകത്ത് അപ്പിയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്യൂച്ചർ DCയിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് ചെയ്തും വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുതിയ DCയുടെ ഒരു ആദ്യത്തെ പാർട്ട് മൂവി എന്നുള്ള രീതിയിൽ ഇതൊരു വൺ സക്സസ് ആവട്ടെ എന്നുള്ളൊരു ഹോപ്പിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള DCയുടെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനലിൽ നിന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.